ടീം ഓഹോ മൈ ഗോഡ് ഫിന്നി സ്പോർട്സിന്റെ പ്ലേയേഴ്സിന് നേരെ ആഞ്ഞടിക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലെയർ അതാബി ഓ മൈ ഗോഡ് വിഷയമായി മാറുന്ന ഫൈറ്റ് എക്സ്ട്രീമിന്റെ പ്ലേയേഴ്സിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ പോകുന്നു. ഏതാ മോനെ ഫൈറ്റ് കൊടുക്കുന്ന നിമിഷത്തിൽ ഫിന്നിന്റെ നെവിൻ മാത്രമാകുന്നു. നെവിൻ ഇതാ ഓപ്പണിൽ വന്ന് ഫൈറ്റ് കൊടുക്കാനുള്ള ശ്രമിച്ചം. ഓഷൻ വീണ്ടും ഫൈറ്റ്. ഓ മൈ ഗോഡ് ഓഷൻ ഇന്നത്തെ ദിവസം ഡ്രാഗനും കൂടെ ചേർന്ന് ഇന്ന് എക്സ്ട്രീമിന്റെ പ്ലേയേഴ്സിനെ കാലകേയത്തിലേക്ക് മടക്കി അയക്കാൻ വന്ന പ്ലേയേഴ്സിനെ തിരിച്ചയക്കുന്ന നിമിഷങ്ങൾ മാസ്മരിക്കും തീർക്കുന്ന കാഴ്ചയിൽ എക്സ്ട്രീം രാജകുമാരന്മാരാകുന്നു എന്ന് വേണം പറയേണ്ടിരിക്കുന്നത്. ഇന്നിതാ കാത്തിരുന്ന ഫൈറ്റിലേക്ക് വരുവാൻ ELTയുടെ പ്ലേയേഴ്സ് സൈക്കോ ആൻഡ് Z7 വെയിറ്റിംഗ് ആണ്. Z7 ആൻഡ് ടീം Z7ന്റെ പ്ലേയേഴ്സും ആൻഡ് ബ്രൂട്ടൽ വൈറ്റ് ടീം ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് വൈറ്റ് ആൻഡ് ടീം ബ്ലാക്ക് ബോയ് വൈറ്റ് ആൻഡ് HRXന്റെ പ്ലേയേഴ്സും ഒക്കെ കാത്തിരിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ കാത്തിരിക്കുന്ന ഫൈറ്റിലേക്ക് ഇന്ന് ജിൻ DXന്റെ പ്ലേയേഴ്സ് ഒക്കെ മാസ് തീർക്കുമോ എന്നുള്ള ചോദ്യമായിട്ട് തന്നെ നിൽക്കുമ്പോൾ മാസ്മരികത്തിൽ കത്തി ജ്വലിക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലേയേഴ്സ് അബിൻ MP എക്സ്ട്രീം ഇന്ന് തീ പായിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. തീർച്ചയായിട്ടും ഒരു ഡെഡ്ലി ടു മാസ് തീർക്കുന്ന രാജകുമാരന്മാരെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. OP ഗെയിമിംഗ് വന്നിറങ്ങിയ പ്ലേയേഴ്സിനെ രണ്ടുപേരും ഡെഡ്ലി ടു ഡോ വേഴ്സസ് 4 അടിച്ചു തീർക്കുന്ന അതിശക്തമായ പോരാളികളായി മാറുന്നു. ആൻഡ് ഡ്രാഗന് വീണ്ടും ഫൈറ്റ് വരുന്നുണ്ട്. ഡ്രാഗനെ ലോങ്ങിൽ നിന്നും അടിക്കുന്ന ഒമാൻ ആൻഡ് ടീമിന്റെ പ്ലേയേഴ്സ് ആണ്. ഒമാന്റെ പ്ലേയേഴ്സ് ടീം മോൾട്ടൺ ആൻഡ് ടീം പ്ലേയേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുമെന്നുള്ള ചോദ്യത്തിൽ റൈറ്റ് സൈഡിൽ OGXന്റെ പ്ലേയേഴ്സ് ഓഹോ മൈ ഗോഡ് ഡ്രാഗനെ ഇന്ന് OGXന്റെ പ്ലേയേഴ്സുമായിട്ട് കണ്ടുമുട്ടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സോൺ കരസ്ഥമാക്കിയ പ്ലേയേഴ്സിന് മുമ്പിൽ പതറി വീഴുമോ എന്നുള്ള ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ OGX കില്ലർ ആൻഡ് ടീം പാത്തും ഒക്കെ ഇന്ന് തിരിച്ചടിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആൻഡ് ലൈവ് സൈഡ് ഇൻട്രോ ഓടിക്കേറുവാനുള്ള ശ്രമങ്ങൾ കാത്തിരിക്കുന്നു. അവസാന നിമിഷത്തിന്റെ കൊടുമുടിയിൽ ഡെഡ്ലി ഡുവോ തീർക്കുന്ന പ്ലേയേഴ്സ് റൈറ്റ് സൈഡ് വീണ്ടും ഫൈറ്റ് വരുമ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിറങ്ങിയ പ്ലേയേഴ്സ് കണ്ടുമുട്ടുന്നു. ഓ മൈ ഗോഡ് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും പറഞ്ഞ പോലെ വിഷയ മൂമെന്റ് സൃഷ്ടിക്കുന്നു. വൺ മാൻ ഷോ എക്സ്ട്രീമിന്റെ രാജകുമാരൻ ആ ഒരു റിഫ്ലക്സ് ഗെയിമിംഗ് വിഷയം തന്നെ തീർക്കുന്നു എന്ന് വേണം പറഞ്ഞിരിക്കുന്നത്. മാസ് തീർക്കുന്ന കഥയിൽ ഇന്നത്തെ ദിവസം രാജാവിനെ പോലെ ഫൈറ്റ് എടുക്കുന്നവൻ രാജകീയം തന്നെ കൈയടക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നീഡിങ് ഗെയിമിംഗിലേക്ക് വരുന്നു. അവസാന നിമിഷത്തിന്റെ കൊടുമുടിയിൽ ആഞ്ഞടിക്കുന്ന വൺ മാൻ ഷോ 1 vs 4 എടുക്കുമെന്നുള്ള ചോദ്യം OGXന്റെ പ്ലേയേഴ്സിനെ കത്തിച്ച് തീർക്കുമോ എന്നുള്ള ചോദ്യത്തിൽ വെയിറ്റ് ചെയ്ത് വിഷയം ഇന്ന് തീർത്തുവിടുന്ന കഥയിൽ ഇതാ വീണ്ടും ഇതാ ELTയുടെ പ്ലേയേഴ്സ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു. പ്ലേയേഴ്സ് അതെ Z7ന്റെ പ്ലേയേഴ്സ് വീണ്ടും അടിച്ചുന്ന ELT പ്ലേയേഴ്സ് എക്സിബോഷൻ പക്ഷേ അവിടെ ഫിനിഷ് ആക്കുന്ന നിമിഷങ്ങളായി മാറുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിക്കിനെ അവിടെ അതെ Z7ന്റെ പ്ലേയേഴ്സ് വന്നിറങ്ങി ഫിനിഷ് ആക്കുന്നു. വാണാനുള്ള OP പ്ലെയർ എക്സ്ട്രീമിന്റെ രാജകുമാരൻ മാസ് തീർക്കുന്ന റൂം മാച്ച് അവസാനത്തെ ദിവസം ഭ്രാന്ത് പിടിച്ച് കളിക്കുന്നത് പോലെ കളിക്കുന്നവൻ രാജകീയത്തിന്റെ കൊടുമുടി തീർക്കുന്ന നിമിഷങ്ങൾ എക്സ്ട്രീമിന്റെ ഏക പ്രതീക്ഷ രാജാവായി മാറുന്ന നിമിഷങ്ങൾ OP ഗെയിമായി മാറുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. ഇന്നതാ രാജകീയം മാസ് തീർക്കുന്നു. ഈ രാജകീയ മൈ ഗോഡ് വിഷയമായി മാറുന്ന ഏതാ ഗെയിമിങ് അവസാന നിമിഷം കത്തിക്കയറുന്ന റൂം മാച്ചിൽ ഇന്ന് രാജാവായി വാഴുന്ന ഏക രാജാവ്. ഓ മൈ ഗോഡ് ഒരു 1 vs 3 കാത്തിരിക്കുന്ന ഷോർട്ട് റേഞ്ചിലേക്ക് ഫൈറ്റിൽ വരാനുള്ള ശ്രമങ്ങൾ. ഓ മൈ ഗോഡ് വിഷയം രണ്ട് ടീമുകളെ കാലകേയത്തിലേക്ക് മടക്കി അയക്കുന്ന യാത്രയിൽ എക്സ്ട്രീം OP പ്ലേ കാഴ്ചവെക്കുന്ന നിമിഷങ്ങൾ കാത്തിരിക്കുമ്പോൾ 1 vs 1 തന്നെ കടന്നു വരുന്നു. ഇന്നിതാ വന്നിറങ്ങിയ പ്ലേയേഴ്സിനെ എല്ലാം കാലകേയത്തിലേക്ക് മടക്കി വെക്കുമ്പോൾ നീഡിങ് ഗെയിമിങ് വിഷയമായി മാറുന്ന നിമിഷങ്ങൾ. എന്റെ പൊന്നോ വിഷയം ഏതാ മോനെ ഫൈറ്റ് 10 കില്ലുകളിൽ ഇന്നത്തെ ദിവസം ആ ഒരു 3 കില്ലുകൾ ELTയുള്ള പ്ലേയേഴ്സ് കൊണ്ടുപോയില്ലായിരുന്നു. 13 കില്ലുകളുമായിട്ട് എക്സ്ട്രീമിന്റെ രാജകുമാരൻ ഓഷ്യൻ ഇന്നത്തെ ദിവസം ആഞ്ഞടിക്കുന്ന ശക്തനായ പോരാളികൾ ഓഷ്യൻ പ്ലെയർ വിഷയമായി മാറുന്നു. ഇന്നത്തെ എക്സ്ട്രീമിന്റെ രാജകുമാരൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓഷ്യൻ റിഫ്ലക്സ് ഗെയിമിംഗ് കാഴ്ചവെക്കുന്ന രാജകുമാരൻ മാസ് തീർക്കുന്ന കഥയിൽ OP ഗെയിമറായി മാറുന്നു. രാജകീയ കിരീടത്തിന്റെ അവകാശിയായി മാറുന്ന
രാജാവ് ഓഷ്യൻ എക്സ്ട്രീം ലെവൽ OP ഗെയിമിംഗ് എക്സ്ട്രീം മാച്ച് ലെവൽ തന്നെ കാഴ്ചവെക്കുന്ന നിമിഷങ്ങൾ ഇന്നിതാ രാജകിരീടത്തിന്റെ കൊടുമുടിയിൽ അവസാന നിമിഷത്തിൽ ഇന്നിതാ എക്സ്ട്രീം 10 കില്ലുകളുമായിട്ട് കാഴ്ചവെക്കുന്ന ഓഷ്യന്റെ വൺ മാൻ ഷോ. ഒരു പക്ഷെ 13 കില്ലായതിന് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഫൈറ്റ് കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എക്സ്ട്രീം ഓഷ്യൻ ഇത് ഡ്രാഗനും അപ്പെക്സും സ്കാറും ഒക്കെ ചേർന്ന ദിവസം ആഞ്ഞടിച്ചുകൊണ്ട് എക്സ്ട്രീമിന്റെ പ്ലേസ് മാസ് തീർക്കുന്ന കഥകൾ സൃഷ്ടിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതിന്റെ ഏക പ്രതീക്ഷ OP പ്ലേ കാഴ്ചവെക്കുന്ന പ്ലെയർ ഓഷ്യൻ എന്ന് തന്നെ തീർത്തും പറയേണ്ടിയിരിക്കുന്നു. ഈ പ്ലെയറിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ പോകുന്നിടത്തോളം കാലം ഇവൻ തന്നെ രാജാവായി വാഴുന്നു. ഇന്ന് റിഫ്ലക്സിംഗ് മാച്ച് കാഴ്ചവെച്ച ഏക രാജാവ് ഓഷ്യനായി മാറുന്നു. ELTയുടെ പ്ലേസ് അവസാന നിമിഷം വന്നിറങ്ങിയ തേർഡ് പാർട്ടിയിലൂടെ കില്ലുകൾ വാരിക്കൂട്ടിയപ്പോൾ ഇത് സീസൺ എന്ന് അതേ പ്രതീക്ഷയില്ലാതെ ബാക്കിലേക്ക് പോകേണ്ടി വരുന്നു. സോൺ ഔട്ടിൽ പോയി ഫൈറ്റ് എടുക്കുവാനുള്ള ശ്രമം ഓഷ്യന്റെ മുമ്പിൽ വീണ് പോകുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ബ്ലാക്ക് വൈറ്റ് ആൻഡ് ടീം ഒരു ടീമിനെ തന്നെ വട്ടം കൂട്ടിയിട്ട് അടിക്കുന്ന പ്ലെയർ ആയി മാറുന്ന ഓഷ്യൻ ഇത് 4 അംഗ സംഘത്തിന്റെ ഒരേപോലെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന HRXന്റെ പ്ലേസിനെ വട്ടം കൂട്ടിയിട്ട് അടിച്ച OP പ്ലെയർ ആയി മാറുന്ന ഓഷ്യൻ ഇന്നത്തെ ദിവസം അസ്ലു ഗെയിമിംഗ് താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിംഗ് ബ്രദർ. അതേ എക്സ്ട്രീം ലൈവിൽ ഇന്ന് കമന്റുകൾ വാരി നിറയുന്നു. എക്സ്ട്രീമിന്റെ പ്ലേസ് ഇന്നത്തെ ദിവസം എക്സ്ട്രീം സ്പോർട്സ് കമന്റുകളിൽ നിറയുന്ന കാഴ്ച, തീ പടർത്തുന്ന നിമിഷങ്ങൾ, കമന്റുകളിൽ തീ വാരിയെറിയുന്ന ഓഷ്യനും എക്സ്ട്രീമിന്റെ പ്ലേസിനെയും കാണാൻ സാധിക്കുന്നു. മാസ് തീർക്കുന്ന നിമിഷങ്ങൾ. ആൻഡ് താങ്ക് യു ഗൈസ്. OGX in the place.